ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ സീസണിൽ മോശം പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീം നടത്തിയിട്ടുള്ളത്. കിരീടങ്ങൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ആരാധകർക്ക് സന്തോഷിക്കാനുള്ള വകകൾ ഒന്നും നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമിന് കഴിഞ്ഞിട്ടില്ല. അതേ പാതയിലൂടെ തന്നെയാണ് റിസർവ് ടീമും ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മോശം പ്രകടനമാണ് ഇത്തവണ അവർ നടത്തിയിട്ടുള്ളത്. ഇത്തവണത്തെ കേരള പ്രീമിയർ ലീഗ് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് റെലഗേഷൻ സോണിൽ വരെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ ചില മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വരികയായിരുന്നു. എന്നിരുന്നാൽ പോലും ഇത് നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. 9ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. 13 മത്സരങ്ങളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് 4 വിജയങ്ങളാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ 9ാം സ്ഥാനത്ത് അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ആദ്യ 4 സ്ഥാനങ്ങളിൽ ഉള്ളവർ സെമി ഫൈനലിന് യോഗ്യത നേടി. KSCB, കേരള പോലീസ്, മുത്തൂറ്റ് FA, വയനാട് യുണൈറ്റഡ് എന്നിവരാണ് ഇപ്പോൾ സെമി ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. FC കേരളയും സെന്റ് ജോസഫ് കോളേജും ഇപ്പോൾ റെലഗേറ്റ് ആവുകയും ചെയ്തു എന്നുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവസാനത്തെ മത്സരത്തിൽ പറപ്പൂർ FCയെ 2-നെതിരെ 5 ഗോളുകൾക്ക് അവർ പരാജയപ്പെടുത്തിയിരുന്നു. അതിനു മുൻപ് FC കേരളയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഈ 2 വിജയങ്ങളാണ് റെലഗേഷൻ സോണിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുള്ളത്. നമുക്കറിയാം, തോമസ് ടോർസക്ക് ഉണ്ടായിരുന്ന കാലത്ത് മികച്ച പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനോട് നീതി പുലർത്താൻ അവർക്ക് സാധിക്കാതെ പോവുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.